മത്സരം അനേക വർഷങ്ങൾക്ക് ശേഷം ഇതാ ചൈതന്യ കാർഷികമേളയിൽ ഈ മത്സരം നടപ്പാക്കുകയാണ്. ആകാശവാണിയുടെ വയലും വീടും പ്രോഗ്രാമിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുരളീധരൻ തഴക്കര ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ സമീപത്തെത്തുക. പ്രിയപ്പെട്ടവരെ, വളരെ വ്യത്യസ്തമായ ഒരുപാട് പരിപാടികൾ സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്ന കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഇവിടെ ഇതാ താറാവോട്ട മത്സരത്തിലൂടെ ഒരു പുതിയ മാനം, മത്സര രംഗത്തൊരു പുതിയ വിധാനം സൃഷ്ടിക്കുകയാണ്. KU ജോസഫ് പുതിയ തന്ത്രങ്ങളുമായി കൈപ്പുഴ മേഖലയിൽ നിന്ന് നമ്പർ 207 കല്ലറ പുത്തൻ കല്ലറ പ്രതിനിധി ബിജോയ് ചെറിയാൻ. അടുത്തതായി ചുങ്കം മേഖലയുടെ അഭിമാനമായി മുട്ടം ഗ്രാമത്തിൽ നിന്ന് ഉയർന്നു വന്ന താരം. ഓരോ മത്സരാർത്ഥിയുടെ കയ്യിലും നമ്പർ 8 സുന്ദരിയാക്കിയെടുത്ത പുരുഷൻ താറാവാണ്. ആദ്യം എത്തുന്ന ആരാണോ തന്റെ സുന്ദരി താറാവുമായി ആ ഫിനിഷിംഗ് പോയിന്റ് കഴിയുന്നത് ആരാണോ ആദ്യം, ആ വ്യക്തിയാണ് ഈ താറാവോട്ട മത്സരത്തിൽ അത്യന്തരവാശിയേറിയ താറാവോട്ട മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു കാരണവശാലും ആളുകൾ പുറത്തേക്ക് താറാവിനെ വിടരുത്. സമീപത്തായി ചക്കവെട്ട് മത്സരം നടക്കുകയാണ്. അത്യന്തര വാശിയേറിയ ദേഷ്യം തീർക്കുവാനായിട്ട് അടുത്ത് നിൽക്കുന്നവർക്കിട്ട് ചകിണിയെ ചുളയെ മടല് ഒക്കെ എറിയാനുള്ള സാധ്യതയുണ്ട്. കാര്യം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അല്പം അകന്നു നിൽക്കുക. ആകാശവാണിയിൽ നിന്നും സംഗീത വിദഗ്ധ കൂടിയായ ഹേമ മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. മാഡം അതിന് വേണ്ട നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും വളരെ പരമ്പരാഗത വേഷശൈലിയിൽ തലയിൽ തോർത്തൊക്കെ കെട്ടി കുണുക്കൊക്കെ അണിഞ്ഞ് പല വേഷവിധാനങ്ങളോടെ എത്തിയിട്ടുള്ള ആളാണ്. താറാവോട്ട മത്സരത്തിൽ ഒരു താറാവ് റെയിൽവേയുടെ കോഴ്സ് കടന്നാൻ ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ട് ആ താറാവ് ട്രെയിൻ ഇടിച്ച് ചത്തു എന്നാണ് അറിയുന്നത്. അതിന് ഇടവരുത്തിയുടെ പേരിൽ നടപടിയെടുക്കാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. ഈ മത്സരം സംഘടിപ്പിച്ച ബിൻസെറ്റിന്റെ പേരിൽ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ആകാശവാണി വയലും വീടും പ്രോഗ്രാമിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുരളീധരൻ തഴക്കര സാറ് ദുരന്ത സ്ഥലം സന്ദർശിച്ചതിന് ശേഷം മടങ്ങിയെത്തിയിട്ടുണ്ട്. താറാവിന്റെ ഒരു ചിറകിന് മാത്രമേ കേട് സംഭവിച്ചുള്ളൂ എന്നുള്ളതാണ് അറിയുന്നത്. ഇപ്പോഴും ചക്ക വെട്ടി ഉരക്കൽ മത്സരം നടക്കാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ ചക്കയായതുകൊണ്ട് ഇത് വിധി നിർണ്ണയം നടത്തുന്നതിന് വേണ്ടി ആകാശവാണിയിലെ അകത്ത് വെക്കുക. ഭാര്യയും ഭർത്താവും ചേർന്നുള്ള മത്സരമാണിത്. പുഴ മേഖലയിൽ നിന്ന് കുറുമുള്ള ഗ്രാമത്തിൽപ്പെട്ട മിനി ആൻഡ് സിജി, മിനിയും സിജിയും. ചുങ്കം മേഖലയിൽ നിന്ന് സുഭാഷും തുസിയും കൈയടിച്ച് നമുക്ക് പ്രത്യേകം അവലംബിക്കാം. മേളയുടെ അവസാന ദിവസമായി ഇന്ന് പുരുഷനും ഭാര്യയും ഭർത്താവും ഒന്നു ചേർന്ന് നടക്കുന്ന ആദ്യ മത്സരമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ചക്കവെട്ട് മത്സരം നടക്കുകയാണ്. ചക്കവെട്ടി ചകിരി കളഞ്ഞ് കുരുവിന് പങ്കെടുക്കാനെത്തിയ ആദ്യഗ്രവാശിയേറിയ ഭാര്യയും ഭർത്താവിന്റെയും മനപ്പൊരുത്തത്തിന്റെ സുന്ദരമായി ജീവിക്കുന്ന പ്രതീകമായി കാണികൾ ദയവ് ചെയ്ത് രണ്ട് സൈഡിലേക്ക് മാറി നിൽക്കുക. കാരണം എല്ലാവർക്കും കണ്ടു ആസ്വദിക്കാനുള്ളതാണ്. കാരണം ഇതുപോലെ മനപ്പൊരുത്തത്തോട് ചെയ്തു തീർക്കുന്ന ഒരു ഭയങ്കര മനപ്പൊരുത്തം ജനങ്ങളെ അറിയിക്കുവാൻ കിട്ടുന്ന അസുലഭമായ
അവസരമാണിത്. ആ ബോധത്തോടുകൂടി ഇതാ ചക്കമെട്ട് മത്സരം അത്യുഗ്ര വാശിയോടുകൂടി സമാപിക്കാൻ പോവുകയാണ്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം അവശേഷിക്കുകയാണ്. ഭാര്യ ഭർത്താവും എളിമയോടെ ഐക്യത്തോടെ ദേഷ്യമൊന്നും വരാതെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ചക്കമെട്ടിയോടിക്ക് വേയിച്ചെടുക്കുന്ന അത്യുഗ്ര വാശിയോടുക ചക്കമെട്ട് മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള ചക്കമെട്ട് അരിയൽ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അത്യുഗ്ര വാശിയേറിയ ഈ മത്സരം കണ്ട് ആസ്വദിക്കുവാൻ ജയിക്കുന്ന ഓരോ ചക്രവളയിച്ചതിന് മുന്നിലുള്ള ഈ സുന്ദരമായ കഥകള് സുന്ദരമായ കഷ്ടപ്പാടുകളെ മനസ്സിൽ വഹിക്കുവാൻ ഇതാ മനോഹരമായ രംഗം ചൈതന്യ കാർഷിക മേളയോടനുബന്ധിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒരുക്കുകയാണ്. അത്യുഗ്ര വാശിയേറിയ ചൈതന്യ ഇതാ 17 മിനിറ്റ് കൂടെ അവശേഷിക്കുന്ന 17 മിനിറ്റ് കൂടെ മാത്രം അവശേഷിക്കുന്ന അത്യുഗ്ര വാശിയേറിയ ദേഷ്യപ്പെടരുത് രണ്ടുപേരുടെ കയ്യിൽ ആയുധമുണ്ട്. ആ ഒരു സ്വഭാവത്തോടു കൂടി വേണം തെരഞ്ഞെടുക്കുക. എന്റെ മനുഷ്യ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവർ പറയുന്ന ഭാര്യയെ ദേഷ്യപ്പെടാതെ അത്യുഗ്ര വാശിയോടുകൂടി ഇതാ ചുരുവുറുക്കോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ അധ്വാനിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് സാധിക്കുമോ? ഇതാ നിങ്ങൾക്കെല്ലാം കാണികൾക്കെല്ലാം പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ യോജിപ്പോടെ സ്നേഹത്തോടെ ഒരു ദൗത്യം പൂർത്തീകരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായ കർഷക കുടുംബത്തിന്റെ ജീവിക്കുന്ന ചിത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ചലിക്കുന്നത്. ഇത് അത്യുഗ്ര വാശിയേറിയ ചക്കവെട്ട് മത്സരത്തിന്റെ ഏതാനും ഫൈനൽ നിമിഷത്തിലൂടെ നാം കടന്നു പോയിരിക്കുകയാണ്. ഇനി 15 മിനിറ്റ് മാത്രം, ഇനി വെറും 15 മിനിറ്റുകൾ മാത്രം. ഇതാ ചിലര് അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്, ചിലർ അരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, തന്ത്രങ്ങൾ മെനഞ്ഞ് അരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇനി 14 മിനിറ്റ്, ഇനി അവശേഷിക്കുന്നത് വെറും 14 മിനിറ്റാണ്. ആ ഉശിരവും വാചാലും അടങ്ങാത്ത ആവേശവുമായി ഭാര്യയും ഭർത്താവും മനപ്പൊരുത്തത്തോടുകൂടി സ്നേഹത്തോടുകൂടി ചക്കവെട്ട് മത്സരത്തിന്റെ അത്യുഗ്ര വാശിയേറിയ അവസാന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി വെറും 9 മിനിറ്റ്, ഇനി വെറും 9 മിനിറ്റ് നിങ്ങൾക്ക് വിളയെടുപ്പ് തുടിക്കുന്ന ഹൃദയം ഉടുപ്പിൽ ത്രസിക്കുന്ന മനസ്സുമായി ഇതാക്കുന്ന ചക്കവെട്ടി ഒരുക്കി മത്സരത്തിൽ യോജിപ്പിന്റെ പുതിയ സുവിശേഷവുമായി ഇതാ ഒരു ഭാര്യയും ഭർത്താവും ചക്കവെട്ട് മത്സരത്തിൽ യോജിപ്പോടുകൂടി പൂർത്തീകരിക്കും. മാത്രം നിൽക്കെ കാർഷിക മത്സരത്തിലെ അവസാന മത്സരം നീ ഭാര്യയും ഭർത്താവും ചേർന്ന് തിരശ്ശീല വീഴ്ത്തുകയാണ്. ഇത് അത്യുഗ്ര വാശിയേറിയ ഇതാ ചക്കവെട്ട് മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ദയവ് ചെയ്ത് ഇരുവശങ്ങളിൽ നിൽക്കുന്നവർ മാറി നിന്ന് 4 മിനിറ്റ് ഇനി അവശേഷിക്കുന്നത് ഒരു മത്സരമായ ഈ ചക്കവെട്ടി ഒരുക്കൽ മത്സരത്തിന്റെ തിരശ്ശീല വീഴുവാൻ ഇതാണ് എടുത്തെടുത്ത് തരിക എന്നുള്ള ആവേശവുമായി ഭാര്യയും ഇതാ മുന്നിൽ നിൽക്കുന്നു. രണ്ടുപേരും ആവേശത്തോടെ ഇതാ 3 മിനിറ്റ് മാത്രം, വെറും 3 മിനിറ്റുകൾ മാത്രം അവശേഷിക്കുന്ന കാർഷിക മത്സരത്തിന്റെ അവസാന ആയുസമായ ചക്കവെട്ടി ഒരുക്കൽ മത്സരമാണ് ഭാര്യ മത്സരത്തെ മാറ്റിയിരിക്കുന്നത്. അത്യുഗ്ര വാശിയേറിയ മത്സരം, അത്യുഗ്ര